മറക്കാനാവാത്ത മരണമാണ് കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിൻ്റേത്. അദ്ദേഹത്തിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ സസ്പെൻഷൻ ആരോഗ്യവകുപ്പ് നീട്ടിയെന്ന വാർത്തയാണ് വരുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായിരുന്നു അദ്ദേഹം. അച്ചടക്ക പെരുമാറ്റ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നത്. 3 മാസത്തേക്ക് കൂടിയാണ് ഇപ്പോൾ സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത്. മിഥുൻ പിള്ള വിവരങ്ങൾ നൽകും. മിഥുൻ, വിശദാംശങ്ങൾ. എഡിഎമ്മിന് കൈക്കൂലി നൽകിയെന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ പരസ്യമായി പ്രഖ്യാപിച്ചതും സർക്കാർ ജീവനക്കാരനായിരിക്കെ സ്വകാര്യ ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെട്ടതും ഗുരുതര അച്ചടക്ക ലംഘനവും പെരുമാറ്റച്ചട്ട ലംഘനവുമാണെന്ന് കാണിച്ചാണ് 6 മാസം മുൻപ് ആരോഗ്യവകുപ്പ് ഈ പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ, മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ.വി. വിശ്വനാഥൻ എന്നിവർ അന്ന് പരിയാരത്തെത്തി പ്രശാന്തനിൽ നിന്ന് മൊഴിയെടുത്തു. ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രശാന്തനെ അന്ന് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ തുടരന്വേഷണമോ കൂടുതൽ അച്ചടക്ക നടപടിയോ നിലവിൽ സ്വീകരിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 3 മാസത്തെ കൂടി ഇയാളുടെ സസ്പെൻഷൻ കാലയളവ് നീട്ടിയിരിക്കുന്നത്. കാരണം ഇയാൾ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എന്ന് പറയുന്നുണ്ട്. ഈ എഡിഎമ്മിന്റെ ആത്മഹത്യക്ക് പിന്നാലെ PPTVക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് ഒരു പ്രതിരോധവുമായാണ് ഈ പ്രശാന്തൻ താൻ എഡിഎമ്മിന് കൈക്കൂലി നൽകിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. എന്നാൽ പിന്നീട് അത് അയാൾക്കെതിരെ തന്നെ തിരിഞ്ഞു വരുന്നൊരു സാഹചര്യമായിരുന്നു. ഏതായാലും നടപടി ഇപ്പോൾ 3 മാസത്തേക്ക് കൂടി നീട്ടിയിട്ടാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും തുടർ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. അനു. ശരി മിഥുൻ.